നമ്മുടെ കേരളത്തിലെ പ്രധാന ക്രൈസ്തവ സഭാ സമൂഹത്തിന് അവരുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ദേവാലയമാണ് എറണാകുളത്തെ മുളന്തുരുത്തി മാർത്തോമൻ പള്ളി. 900 വർഷം പഴക്കമുള്ള ദേവാലയത്തിലെ അൾത്താരയും ചിത്രഭംഗികൾ നിറഞ്ഞ മേൽത്തട്ടും പള്ളിക്കുള്ളിലുള്ള വിദേശികൾ അടക്കമുള്ള മെത്രോപൊലിത്തമാരുടെ ഖബറിടങ്ങളും വിശ്വാസികളെ ഈ പള്ളിയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കാണാം മുളന്തുരുത്തി സുനഹദോസ് പള്ളിയിലെ വിശേഷങ്ങൾ. AD 1125 മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം സ്ഥാപിതമായത്. പലതവണ പള്ളി പുതുക്കി പണിതെങ്കിലും അന്നത്തെ അൾത്താര ഇന്നും ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്നു. ഇന്ന് കാണുന്ന രീതിയിൽ ചിത്രപ്പണികളോടെ ദേവാലയത്തിന്റെ ഉൾഭാഗം മാറ്റിയെടുത്തത് 16-ാം നൂറ്റാണ്ടിലാണ്. ഡച്ച് വാസ്തുവിദ്യയായ ബറോക്ക് ശൈലിയിലാണ് അന്ന് ദേവാലയം മോടി പിടിപ്പിച്ചത്. ഭാരതത്തിന്റെ അപ്പസ്തോലനായ സെന്റ് തോമസിന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയത്തിൽ പ്രധാന പെരുന്നാൾ ഡിസംബർ മാസത്തിലെ സെന്റ് തോമസിന്റെ രക്തസാക്ഷിത്വ ദിനമാണ്. ഈ തിരുനാൾ ആഘോഷിക്കുന്ന അപൂർവം ദേവാലയങ്ങളിൽ ഒന്നാണ് ഈ പള്ളി. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ദേവാലയമാണ് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം. ഈ ദേവാലയം സ്ഥാപിതമായിരിക്കുന്ന മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പെരുന്നാളാണ്. ഡിസംബർ മാസം 18-ാം തീയതി മുതൽ 21-ാം തീയതി വരെ അതൊരു ഇടവകയുടെ പെരുന്നാളല്ല. ഈ മുളന്തുരുത്തി ദേശം മുഴുവനും വലിയ പ്രാധാന്യത്തോടുകൂടി ജാതി മത ഭേദമന്യേ ആചരിക്കുന്ന ഒരു പെരുന്നാളാണ്. അതൊരു അപ്പോസ്തോലിക പൈതൃകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലും ആത്മീക അനുഭവത്തിൻ്റെ പുതുക്കവുമാണ് ഈ പെരുന്നാൾ. കേരളത്തിലെ സഭകളുടെ ചരിത്രം ഇത്രമേൽ ചേർന്ന് കിടക്കുന്ന മറ്റൊരു ദേവാലയം ഉണ്ടാവില്ല എന്ന് മുളന്തുരുത്തി പള്ളി സഹവികാരി ഫാദർ സജോ തോമസ് ശങ്കരത്തിൽ പറഞ്ഞു. പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച മലങ്കര സഭ, ആ പുണ്യപിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായിരിക്കുന്ന പുരാതനമായ ദേവാലയങ്ങളിൽ ഒന്നാണ് മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം. മുളന്തുരുത്തി മാർത്തോമൻ ദേവാലയം മലങ്കര നസ്രാണികളുടെ പൈതൃകത്തിൻ്റെ ചരിത്രമുള്ള ഒരു മണ്ണുകൂടിയാണ്. ഓഗസ്റ്റ് 16 ഇവിടെ ഖബറടക്കിയ ഇവാനിയോസ് മാർ ഹിദായത്തുള്ള, 1773 ജൂലൈ 10 ഖബറടക്കിയ ഗ്രിഗോറിയോസ് മാർ യൂഹാനോൻ മെത്രോപൊലീത്ത, 1875 സെപ്റ്റംബർ 2 ഖബറടക്കിയ യുവാക്കിം മാർ കൂർലോസ് മെത്രോപൊലീത്ത എന്നിവരുടെ ഖബറിടത്തിൽ വിശ്വാസികളെത്തി പ്രാർത്ഥന നടത്തുന്നു. ഓർത്തഡോക്സ് മർത്തോമ യാക്കോബായ എന്നീ കേരളത്തിലെ പ്രബലമായ 3 ക്രൈസ്തവ സഭാ സമൂഹത്തിനും മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. കൂനൻ കുരിശ് സത്യത്തിനു ശേഷം പുത്തൻകൂറ്റായി വേർപിരിഞ്ഞു പോയ മലങ്കര നസ്രാണി സമൂഹത്തിൽ ആംഗ്ലിക്കൻ സഭയുടെ സ്വാധീനത്താൽ നവീകരണ വിഭാഗത്തിന് സ്വാധീനം വരികയും സഭ ഒന്നാകെ ആ വിഭാഗത്തിന്റെ കൈപ്പിടിയിലേക്ക് മാറുകയും ചെയ്തപ്പോഴാണ് മലങ്കരയുടെ മെത്രോപൊലീത്തയായിരുന്ന ജോസഫ് മാർ ദിവന്യായോസ് 5-ാമൻ അന്നത്തെ യാക്കോബായ സഭയുടെ പാത്രിയർക്കീസ് ആയിരുന്ന പത്രോസ് 3-ാമനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും മുളന്തുരുത്തി സൂനഹദോസ് നടത്തുകയും ചെയ്തത്. 1876 വിളിച്ചു ചേർക്കപ്പെട്ട ഈ സൂനഹദോസ് ആണ് മലങ്കര സഭയ്ക്ക് കൃത്യമായി ലിറ്റർജിയും ഭരണ സംവിധാനവും നൽകിയത്. ഇതിനെ തുടർന്ന് നവീകരണ വിഭാഗത്തിന് സഭയിൽ നിലനിൽപ്പില്ലാതായി. ഇതാണ് പിന്നീട് മാർത്തോമ സഭയുടെ പിറവിക്ക് കാരണമായി തീർന്നത്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലാണ് പള്ളിയുള്ളത്. യാക്കോബായ സഭ ഇതിനോട് തൊട്ടുചേർന്ന് മറ്റൊരു പള്ളിയിൽ ആരാധന നടത്തുന്നു. യാക്കോബായ സഭയുടെ ഇപ്പോഴത്തെ കാത്തോലിക്കയായ ബസിലിയോസ് ജോസഫ് ബാവയുടെ മാതൃ ഇടവക കൂടിയാണ് മുളന്തുരുത്തി. കക്ഷി വഴക്കിനും സഭാ തർക്കത്തിനുമപ്പുറം ക്രൈസ്തവ വിശ്വാസികൾക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്ക് കൂടി ആശ്വാസം പകരുന്ന ഒരിടമായാണ് മുളന്തുരുത്തി ദേവാലയത്തെ ആളുകൾ കാണുന്നത്. ന്യൂസ് മലയാളം, കൊച്ചി.